ഇന്ത്യക്ക് തന്ത്രപ്രധാനമായൊരു ബോംബർ ആവശ്യമാണെന്നും അത് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കീഴിൽ പ്രവർത്തിപ്പിക്കണമെന്നും അടുത്തിടെ മുൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അരൂബ് റാഹ സൂചിപ്പിച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രസ്താവനയുടെ വിവിധ വശങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. വൻതോതിൽ എയർ ടു ഗ്രൗണ്ട് ആയുധങ്ങൾ വഹിക്കാനും പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ, വെയർഹൌസുകൾ, അമ്യുണേഷൻ ഡിപ്പോകൾ, ഫാക്ടറികൾ, സൈനിക ഇൻസ്റ്റാളേഷനുകൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ നശിപ്പിക്കാനും ശത്രുപ്രദേശത്തേക്ക് ആഴത്തിൽ പറക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു മീഡിയം മുതൽ ലോങ് റേഞ്ച് യുദ്ധവിമാനങ്ങളായിരിക്കും സ്ട്രാറ്റജിക് ബോംബർ എന്നത്. ഈ ബോംബറുകൾ ആണവാക്രമണത്തിനും ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിലവിൽ അമേരിക്കയും റഷ്യയും ചൈനയും തന്ത്രപ്രധാനമായ ബോംബർ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു. B-2 സ്പിരിറ്റ് എന്ന സ്റ്റെൽത്ത് ബോംബറുകൾ പ്രവർത്തിപ്പിക്കുന്ന ഏക രാജ്യമാണ് അമേരിക്ക. ഇതുകൂടാതെ B-1 ലാൻസർ, B-52 സ്ട്രാറ്റോഫോർട്ടസ് എന്നീ ബോംബറുകളും അമേരിക്ക പ്രവർത്തിപ്പിക്കുന്നു. അതേസമയം റഷ്യ Tu-22M, Tu-160 എന്നീ ബോംബറുകളും സോവിയറ്റ് Tu-16 ബോംബറിന്റെ ലൈസൻസോടെയുള്ള നിർമ്മിത പതിപ്പായ H-6 ബോംബർ ചൈനയും പ്രവർത്തിപ്പിക്കുന്നു. 1968 വരെ ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചിട്ട് പോയ അമേരിക്കൻ B-24 ലിബറേറ്റർ ബോംബറുകളുടെ 3 സ്ക്വാഡ്രോണുകൾ ഇന്ത്യ പ്രവർത്തിപ്പിച്ചിരുന്നു. കൂടാതെ 1957 ഇന്ത്യൻ വ്യോമസേനയിലേക്ക് കമ്മീഷൻ ചെയ്യപ്പെട്ട ബ്രിട്ടീഷ് ക്യാൻബറ വിമാനങ്ങൾ 1965-71 യുദ്ധങ്ങളിൽ പ്രധാന സ്ഥാനങ്ങളിൽ ബോംബിംഗ് റെയ്ഡുകൾ നടത്തി പ്രധാന പങ്ക് വഹിച്ചിരുന്നു. കാർഗിൽ യുദ്ധത്തിൽ വരെ നിർണായക പങ്ക് വഹിച്ച ഏകദേശം 5 പതിറ്റാണ്ട് സേവനത്തിന് ശേഷം 2007 ഈ ബോംബർ വിരമിച്ചു. ബ്രിട്ടീഷ് ക്യാൻബറയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ മറ്റു ബോംബറുകളൊന്നും ഇന്ത്യൻ വ്യോമസേന പ്രവർത്തിപ്പിച്ചിരുന്നില്ല. പകരം MiG-27, MiG-23, ജാഗ്വാർ തുടങ്ങിയ സ്ട്രൈക്ക് യുദ്ധവിമാനങ്ങളിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1970കളുടെ തുടക്കത്തിൽ, അതായത് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് തൊട്ടു പിന്നാലെ, അന്നത്തെ സോവിയറ്റ് പ്രതിരോധ മന്ത്രിയായ സെർജി ഗോർഷ്കോവ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് Tu-22 ബാക്ക്ഫയർ ബോംബറുകൾ വാഗ്ദാനം ചെയ്തു. ഇന്ത്യൻ വ്യോമസേന ഈ വിമാനം വാങ്ങുമെന്ന് വിശ്വസിച്ച് ഈ വിമാനങ്ങളുടെ ഒരു സ്ക്വാഡ്രോൺ മോസ്കോയ്ക്ക് സമീപമുള്ള എയർബേസിൽ വെച്ച് ഇന്ത്യൻ വ്യോമസേന റൗണ്ടലുകൾ പെയിന്റ് ചെയ്യാൻ അദ്ദേഹം ഉത്തരവിട്ടിരുന്നു. എന്നാൽ ചില അജ്ഞാത കാരണങ്ങളാൽ ഇന്ത്യൻ വ്യോമസേന ഈ ഓഫർ നിരസിക്കുകയാണ് ഉണ്ടായത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് B-17, B-29 പോലെയുള്ള അമേരിക്കൻ, ബ്രിട്ടീഷ് ബോംബറുകൾ ജർമ്മനിയിലും ജപ്പാനിലും നടത്തിയ വ്യോമാക്രമണം അച്ചുതണ്ട് ശക്തികൾക്കെതിരായ യുദ്ധശ്രമങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. യുദ്ധത്തിന്റെ അവസാനത്തിൽ ജപ്പാനിൽ അണുബോംബ് വർഷിക്കാൻ B-29 അമേരിക്ക ഉപയോഗിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും ബോംബർ വിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള അവരുടെ ശ്രമം തുടർന്നു പോന്നു. ശീതയുദ്ധകാലത്ത് അമേരിക്കൻ വ്യോമസേനയ്ക്ക് സോവിയറ്റ് ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കാനായി എപ്പോഴും ഒരു B-52 വായുവിൽ തന്നെ നിർത്തിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ആക്രമിക്കാൻ കഴിയുന്ന ICBM പോലെയുള്ള മിസൈലുകൾ വികസിപ്പിച്ചതോടെ ആണവായുധങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ബോംബറുകളുടെ പ്രാധാന്യം കുറഞ്ഞു. എന്നിരുന്നാലും B-2 സ്പിരിറ്റ് പോലെയുള്ള നൂതന ബോംബറുകളുടെ നിർമ്മാണം അമേരിക്ക തുടർന്നു പോന്നു. നിലവിൽ B-2 സ്പിരിറ്റിനെ B-21 റൈഡർ ഉപയോഗിച്ച് അമേരിക്ക മാറ്റിസ്ഥാപിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ബോംബർ വിമാനങ്ങളുടെ പങ്കും ഫലപ്രാപ്തിയും കണക്കിലെടുക്കുമ്പോൾ വലിയ RCS ഉള്ളതിനാൽ ബോംബറുകൾ ഉപയോഗശൂന്യമാണെന്ന് പലരും വാദിക്കുന്നു. കൂടാതെ റഡാറിലും ട്രാക്കിംഗ് ശേഷിയിലുമുള്ള മെച്ചപ്പെടുത്തലുകൾ ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വളരെ മാരകമാക്കിയതും ബോംബറുകൾക്ക് ഭീഷണി ഉയർത്തുന്നു. അതോടൊപ്പം ഹൈപ്പർസോണിക് മിസൈലുകളുടെ വികസനത്തോടെ ഉണ്ടായ തടസ്സപ്പെടുത്തൽ നിരക്കിലെ കുറവ് ഈ ബോംബർ വിമാനങ്ങളെ അവയുടെ റോളിൽ കാലഹരണപ്പെടുത്തുന്നു. എന്നിരുന്നാലും ബോംബറുകളിൽ ഇപ്പോൾ ദീർഘദൂര സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് പലരും വാദിക്കുന്നു. അതിനാൽ ഇവയ്ക്കൊരു സ്റ്റാൻഡ് ഓഫ് ദൂരത്തിൽ നിന്നും ഫയർ ചെയ്യാൻ കഴിയും. അതായത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഫലപ്രദമായ പരിധിക്ക് പുറത്തു നിന്നും ആക്രമിക്കാൻ ഈ ബോംബറുകൾക്ക് കഴിയും. ഉദാഹരണത്തിന് B-51 സ്ട്രാറ്റോഫോർട്രസിന് ലോക്ഹീഡ് മാർട്ടിൻ AGM-158 ജോയിന്റ് എയർ ടു സർഫസ് സ്റ്റാൻഡ് ഓഫ് മിസൈൽ വിക്ഷേപിക്കാൻ കഴിയും. അതിനാൽ ബോംബർ വിമാനങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും വലിയ ഭീഷണി നേരിടുന്നില്ലെന്നും പലരും വിശ്വസിക്കുന്നു. കാരണം യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തുന്ന പ്രദേശത്തിന് മുകളിൽ പൂർണ്ണമായ വ്യോമ മികവ് കൈവരിക്കുമ്പോൾ മാത്രമേ ബോംബറുകൾ ആക്രമണത്തിനായി എത്തുകയുള്ളൂ. എന്നാൽ ഇറാഖിലെ അമേരിക്കൻ അധിനിവേശ സമയത്ത് B-1 ലാൻസറും B-52 സ്ട്രാറ്റോഫോർട്ടസും ഇറാഖിന്റെ പ്രതിരോധത്തിനെതിരായ പ്രാരംഭാക്രമണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. ശത്രു ആക്രമണങ്ങളിൽ നിന്നും അതിജീവിക്കുന്നതിനായി ബോംബർ വിമാനങ്ങൾക്കൊപ്പം ഫൈറ്റർ ജെറ്റുകളും അകമ്പടി സേവിക്കുന്നു. അതിനാൽ ബോംബറുകൾ കാലഹരണപ്പെടുന്നതാണെന്ന വാദം പൂർണ്ണമായും ശരിയല്ല. മാത്രമല്ല അമേരിക്കയും റഷ്യയും ചൈനയും ചെറിയ RCS ഉള്ള സ്റ്റെൽത്ത് ബോംബറുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു.
കൂടാതെ പവർ പ്രൊജക്റ്റ് ചെയ്യാനും ബോംബറുകളെ രാജ്യങ്ങൾ ഉപയോഗിച്ചു പോരുന്നു. മഡുറോ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് റഷ്യ തങ്ങളുടെ TU-160 ബോംബറുകൾ വെനസ്വേലയിലേക്ക് അയച്ചിരുന്നു. അതിനാൽ ബോംബറുകൾ സൈനികമായും രാഷ്ട്രീയമായും രാജ്യങ്ങൾക്ക് അസാധാരണമായ നേട്ടം നൽകുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി നമുക്ക് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ബോംബറുകൾ ആവശ്യമുണ്ടോ എന്നൊന്ന് വിശദമായി നോക്കാം. ചൈനയിൽ നിന്നും ഉയരുന്ന നിലവിലെ ജിയോ പൊളിറ്റിക്കൽ ഭീഷണി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് ബോംബർ വിമാനങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ചൈനീസ് ബോംബർ വിമാനങ്ങൾക്ക് പ്രധാന ഇന്ത്യൻ നഗരങ്ങളിലും തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളിലും ആക്രമണം നടത്താനുള്ള റേഞ്ച് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതിനാൽ ഇവയുടെ ശേഷിയുമായി പൊരുത്തപ്പെടാൻ മികച്ച ബോംബറുകൾ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യക്ക് ഗുണം മാത്രമേ നൽകുകയുള്ളൂ. 1962 യുദ്ധത്തിൽ ഇന്ത്യൻ നഗരങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന IL-28 ബോംബർ വിമാനങ്ങൾ ചൈനയുടെ പക്കലുണ്ടായിരുന്നതുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയെ മനഃപൂർവ്വം യുദ്ധത്തിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. ക്യാൻബറ ബോംബറുകൾ ഉണ്ടായിരുന്നിട്ടും ചൈനീസ് ബോംബറുകളെ പറ്റിയുള്ള ഭയം അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ മാനസികമായി സ്വാധീനിച്ചിരുന്നു. ഇതുകൂടാതെ വലിയ ബോംബർ വിമാനങ്ങൾക്ക് ഇലക്ട്രോണിക് യുദ്ധത്തിനും ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ വിന്യസിക്കുന്നതിനുമായുള്ള കൂടുതൽ പവർ സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള നമ്മുടെ കഴിവിനെ ശക്തിപ്പെടുത്തുന്ന വലിയ തോതിലുള്ള എയർ ലോഞ്ച്ഡ് ആന്റിഷിപ്പ് മിസൈലുകൾ ബോംബറുകൾക്ക് വഹിക്കാൻ കഴിയും. അതോടൊപ്പം നിലവിലെ ബോംബർ വിമാനങ്ങളിൽ ഹൈപ്പർസോണിക് മിസൈലുകളും സജ്ജീകരിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് റഷ്യൻ TU-160 ബോംബറുകൾ ഹൈപ്പർസോണിക് ആയുധങ്ങൾ സജ്ജീകരിച്ചതൊരു മാരകമായ സംയോജനമായിരുന്നു. യുദ്ധം ശത്രുരാജ്യത്തിലേക്ക് ആഴത്തിലെത്തിക്കാൻ ബോംബറുകൾക്ക് ഇന്ത്യയെ സഹായിക്കാനാകുമെന്ന് റിട്ടയർഡ് എയർ മാർഷൽ അനിൽ ചോപ്ര സൂചിപ്പിച്ചിരുന്നു. ഇനി നമുക്കൊരു ബോംബർ പ്രവർത്തിപ്പിക്കുന്നതിന്റെ ദോഷങ്ങളെക്കുറിച്ചൊന്ന് വ്യക്തമായി നോക്കാം. ഒന്നാമത്തേത്, ബോംബറുകൾ സ്വന്തമാക്കുക എന്നത് വളരെ ചെലവേറിയൊരു പ്രക്രിയയാണ്. ഉദാഹരണത്തിന് ഓരോ B-1 ലാൻസറിനും $200 മില്യൺ വില വരുന്നു. അതോടൊപ്പം ബോംബർ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജീകരിക്കുന്നതിനുള്ള ചെലവും വളരെ വലുതായിരിക്കും. ഇനി TU-160 ഒരു സ്ക്വാഡ്രോണിനായി ഇന്ത്യൻ വ്യോമസേന പോവുകയാണെങ്കിലും അതിന് നമ്മൾക്ക് ഏകദേശം $5.4 ബില്യൺ ചിലവാകും. രണ്ടാമതായി, ബോംബറുകൾ പരിപാലിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും വളരെ ചെലവേറിയൊരു പരിപാടി തന്നെയാണ്. ഉദാഹരണത്തിന് B-1 ലാൻസറിന്റെ 1 മണിക്കൂർ പ്രവർത്തന ചെലവ് തന്നെ ഏകദേശം $61,000 കൂടാതെ യുദ്ധത്തിനിടയിൽ ഒരു ബോംബർ പൊട്ടിത്തെറിച്ചാൽ അത് സേനയുടെ മനോവീര്യത്തിന് വലിയ ആഘാതമുണ്ടാക്കുമെന്ന പോരായ്മയുമുണ്ട്. അടുത്തിടെ മേജർ ജനറൽ സമീർ സിൻഹയുടെ അനുസ്മരണ പ്രഭാഷണത്തിൽ ഇന്ത്യൻ വ്യോമസേനാ മേധാവി VR ചൗധരി ബോംബറുകൾക്ക് ഫലപ്രദമായ സ്വയം പ്രതിരോധ സംവിധാനങ്ങളില്ലെന്നും ഫൈറ്റർ എസ്കോർട്ടുകൾ ആവശ്യമാണെന്നും ഇത് ബോംബർ വിമാനങ്ങളുടെ പ്രധാന പോരായ്മകളിലൊന്നാണ് എന്നും സൂചിപ്പിച്ചിരുന്നു. B-2 പോലെയുള്ള ബോംബറുകൾക്ക് പലപ്പോഴും എസ്കോർട്ട് ആവശ്യമില്ലെങ്കിലും ഒരൊറ്റ B-2വിന് $1.5 മുതൽ $2 ബില്യൺ വരെ വില വരുമെന്നതൊരു പോരായ്മ തന്നെയാണ്. ഒന്നിലധികം ന്യൂക്ലിയർ വാർഹെഡുകൾ വഹിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ, സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിങ്ങനെയുള്ള മറ്റ് ഓപ്ഷനുകൾ നമുക്കുണ്ട്. ഫലപ്രദമായ ആണവ പ്രതിരോധം ഉറപ്പാക്കുന്ന ദീർഘദൂര ഹൈപ്പർസോണിക് ആയുധങ്ങളും നമ്മൾ നിലവിൽ വികസിപ്പിക്കുകയാണ്. മറ്റു പ്ലാറ്റ്ഫോമുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബോംബറുകൾ മികച്ച ഗുണങ്ങളോടെയാണ് വരുന്നത് എന്നതും മറ്റു പ്ലാറ്റ്ഫോമുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ധാരാളം നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതും നിഷേധിക്കാനാവില്ല. എങ്കിലും ഈ കഴിവിനൊരു വലിയ വിലയുണ്ട് എന്ന വസ്തുത നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഇന്ത്യക്ക് ബോംബറുകൾ സ്വന്തമാക്കാൻ കഴിയുമെങ്കിലും നാവികസേനയ്ക്ക് കൂടുതൽ ആണവശേഷിയുള്ള അന്തർവാഹിനികൾ നൽകുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളിലാണ് ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ബോംബർ വിമാനങ്ങളുടെ ആവശ്യം പലരും വാദിക്കുന്നതിൻ്റെ ഒരേ ഒരു ന്യായം ചൈനയെ ആക്രമിക്കാൻ നമ്മൾക്ക് ലോങ് റേഞ്ച് സ്റ്റെൽത്ത് സ്ട്രൈക്ക് വിമാനങ്ങൾ ഇല്ല എന്നതാണ്. ഒരു സംഘർഷമുണ്ടായാൽ ചൈനയുടെ കിഴക്കൻ ഭാഗത്ത് ബോംബിടേണ്ടത് അനിവാര്യമാണെങ്കിൽ നമ്മുടെ SSBNകൾക്കും അഗ്നി സീരീസ് മിസൈലിനും ഇത് നിഷ്പ്രയാസം സാധിക്കും. നിലവിൽ ബോംബറുകളായി പ്രവർത്തിക്കാനും ബോംബിംഗ് റോളുകൾക്ക് ഉപയോഗിക്കാനും കഴിയുന്ന പോരാളികൾ നമുക്കുണ്ട്. ആവശ്യമെങ്കിൽ മിറാഷ് 2000, ജാഗ്വാർ, സുഖോയ് 30 MKI, MiG-29 തുടങ്ങിയവയും ബോംബർ വിമാനങ്ങളായി ഉപയോഗിക്കാൻ സാധിക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ നിലവിലെ ആവശ്യകതകൾ കണക്കിലെടുക്കുമ്പോൾ യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, അവാക്സ് വിമാനങ്ങൾ, റീഫ്യൂലിംഗ് വിമാനങ്ങൾ, സായുധ നിരീക്ഷണ ഡ്രോണുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ അത്യാവശ്യമാണ്. ഫൈറ്റർ സ്ക്വാഡ്രോണുകൾ കുറയുന്ന ആശങ്ക കാരണം MMRCA-2വുമായി ഇന്ത്യൻ വ്യോമസേന മുന്നോട്ടു പോകുകയാണെങ്കിൽ 114 യുദ്ധവിമാനങ്ങൾക്ക് ഏകദേശം $18 ബില്യൺ ചെലവാകും. ഇതുകൂടാതെ LCH, LUH, C-295 വിമാനങ്ങൾ, മറ്റ് യുദ്ധ ഡ്രോണുകൾ എന്നിവ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേന ബോംബർ വിമാനങ്ങൾക്കായി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്.
ഭാവിയിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരുകയും പ്രാഥമിക ആവശ്യങ്ങളെല്ലാം വേണ്ടത്ര നിറവേറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ സൗഹൃദ രാജ്യങ്ങളിൽ നിന്നും ബോംബർ വിമാനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ച് അന്ന് നമുക്ക് ചിന്തിക്കാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.